അടുത്ത 10th ക്വസ്റ്റ്യൻ ആണ്. 2 poles of equal height are standing opposite each other on either side of the road which is 80 meter wide. From a point between them on the road, the angles of elevation of top of the poles are 60 degree and 30 degree respectively. Find the heights of the pole and the distance of the point from the poles. ഇതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്, 2 പോളുണ്ട്, അത് രണ്ടും സെയിം ഹൈറ്റുള്ള 2 പോളാണ്. അത് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. അതായത് 2 പോൾ, ഇതാണ്ട് 2 പോളുണ്ട്. ഇതാണൊരു പോള്, ഇതാണൊരു പോൾ. ഇത് രണ്ടും സെയിം ഹൈറ്റിലാണുള്ളത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈറ്റ് നമുക്കൊരു ആയിട്ട് എടുക്കാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് 80 മീറ്റർ ആണ്. ഫ്രം എ പോയിൻറ്റ് ബിറ്റ്വീൻ ദം ഓൺ ദ റോഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഒരു പോയിൻറ്റിൽ നിന്ന് ഈ പോളിനേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും നോക്കുവാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെത് 60 ഡിഗ്രിയും ഒരെണ്ണത്തിൻ്റെത് 30 ഡിഗ്രിയുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോൾസിൻ്റെ ഹൈറ്റും ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ, അതായത് ഓരോ പോൾസിലോട്ടുമുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ എ ബി സി ഡി ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഹൈറ്റ്, ഈ ലെങ്ത് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ലെങ്ത് എന്താവും, 80 - x എന്നാവും. ഓക്കെ, അന്നേരം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എച്ചും കണ്ടുപിടിക്കണം, പിന്നെ ഈ 2 ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന ട്രയാങ്കിൾ എ ബി സി എടുക്കുക. എ ബി സി അല്ലെങ്കിൽ ഡി സി ഇ എടുക്കുക, ഏതെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ എ ബി സി ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി നോക്കിക്കേ, ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണെങ്കിൽ ഇതാണ് 30 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതും അഡ്ജസൻറ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അന്നേരം നമ്മൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, ടാൻ അല്ലേ. അന്നേരം ടാൻ 30 എടുക്കുക. ടാൻ 30 = ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം എ ബി. അഡ്ജസൻ്റ് ഏതാണ്, ബി സി. എ ബി ബൈ ബി സി എടുക്കുക. എ ബി എന്ന് പറയുന്നത് എച്ച് ആണ്, അഡ്ജസൻ്റ് 80 - x ആണ്. ഓക്കെ, ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്, h/80 - x എന്ന് കിട്ടും. ഓക്കെ, അടുത്ത എടുക്കുന്ന ഇത് ഇവിടെ കിടക്കട്ടെ. നമ്മൾ അടുത്ത എടുക്കാൻ പോകുന്നത് ഇൻ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാണ്, ഡി സി ഇ എടുക്കുമ്പോൾ അവിടെയും നമുക്ക് ഓപ്പോസിറ്റും അഡ്ജസൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയും നമ്മൾ ടാൻ എടുക്കും. ടാൻ അവിടെ പക്ഷേ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഡി ഇ ബൈ അഡ്ജസൻറ്റ് ഡി സി, ദാറ്റ് ഈസ് h/x. ടാൻ 60 എന്താണ്, √3 ആണ്. ദാറ്റ് ഈസ് h/x എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എച്ചിനെ എങ്ങനെ എടുക്കാം, h √3x എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഇത് നമ്മളൊരു ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തോ, അല്ല ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. ഓക്കെ, അന്നേരം നമുക്ക് ഈ എച്ചിൻ്റെ വാല്യൂ എവിടെ ഇട്ട് കൊടുക്കാം, നമുക്ക് ഇക്വേഷൻ 1-നകത്ത് ഇട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. എന്ത് കിട്ടും അന്നേരം, ഇക്വേഷൻ 2 എന്താണ്, 1/√3 = h/80 - x. 1/√3 = h/80 - x ആണ്. നമ്മുടെ ഇക്വേഷൻ 2 എന്താണ്, h = √3x. അന്നേരം എച്ചിന് പകരം നമ്മൾ അവിടെ √3x കൊടുക്കുക. അതായത് 1/√3 എച്ചിന് പകരം √3x/80 - x എന്ന് കൊടുക്കുക. നമ്മൾ ഈ √3 ഇപ്പുറത്ത് കൊണ്ടുപോവുക. ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ളത് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. നമുക്ക് ഇതും അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 80 - x = √3x × √3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് = 80 - x എന്ന് പറയുന്നത് √3 × √3 എന്താണ്, 3x എന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇത് നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. 3x = 80 - x എന്നാണല്ലോ തിരിച്ച് വരുമ്പോഴും. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ 3x + x ആവും. ദാറ്റ് ഈസ് = 80 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4x = 80 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 80/4 ആണ്.
എന്ത് കിട്ടും അന്നേരം? 20 കിട്ടും. എക്സ് എന്ന് പറയുന്നത് 20 കിട്ടും. ഓക്കെ ആണല്ലോ. എക്സ് നമുക്ക് 20 കിട്ടി. നമുക്കിനി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഈക്വൽ ടു √3x ആണല്ലോ. ഇക്വേഷൻ 2 വെച്ചിട്ട് നമുക്കറിയാം എച്ച് ഈക്വൽ ടു √3x ആണ്. അതായത് എച്ച് ഈക്വൽ ടു എക്സ് എന്ത് കിട്ടി? 20 √3 എന്ന് കിട്ടി. എച്ചും കിട്ടി. ഇതൊക്കെ മീറ്ററാണ്. ഓക്കെ, നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എക്സും കിട്ടി. ഇവിടെ നോക്കിയേ, എക്സും കിട്ടി, എച്ചും കിട്ടി. നമുക്കിനി ഇതാണ് വേണ്ടുന്നത്. അന്നേരം അതേതാണ്? ബി സി ആണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്? 80 - x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 - x എന്ന് പറയുന്നത് എന്താണ്? 20 ചെയ്യുമ്പോൾ 80 നിന്ന് 20 കുറയ്ക്കുമ്പോൾ 60 മീറ്റർ കിട്ടി. അന്നേരം നമുക്ക് എന്തൊക്കെ കിട്ടി? ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എന്താണെന്ന് കിട്ടി? 20 √3 മീറ്റർ കിട്ടി. പിന്നെ എന്താണ്? ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്റ്റൻസ് എന്തിൻ്റെയൊക്കെയാണ്? ഡിസ്റ്റൻസ് ഓഫ് ദ പോൾ എ ബി. പോൾ എ ബി എത്ര കിട്ടിയേ? എ ബിയുടെ ഡിസ്റ്റൻസ് ഓഫ് ദ പോൾ എന്താണ്? 80 - x. ദാറ്റ് എന്താണ് കിട്ടിയത്? 60 മീറ്റർ കിട്ടി. അതേ കണക്ക് അടുത്ത ഡിസ്റ്റൻസ് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ഓഫ് ദ പോൾ ഏതാണ്? അത് DE. എന്താണ് കിട്ടിയത്? എക്സ്. അതെന്താണ്? 20 മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ.